ഹലോ ഡിയേഴ്സ്, സൺഡേ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉച്ചവരെ ഷോപ്പുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ റെഡിയായി, ഞാനും മോളും റെഡിയായി ഹെയറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ടാണ്, എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ് മോള്. അപ്പം ഇക്കാണെങ്കിൽ റെഡിയായിട്ട് ഇക്കാക്ക് അപ്പടി തന്നെ ഇറങ്ങണം ഗൈസ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായിരുന്നു ഗൈസ്. കാര്യം നല്ല മഴയായിരുന്നു. പിന്നെ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയതിന് ശേഷം ഇക്ക പോയി ഗേറ്റൊക്കെ തുറന്നു. എൻ്റെ ഉമ്മയുടെ കാല് വയ്യ, അങ്ങനെ അവർ വന്നില്ല, പുറത്തോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇക്ക പോയി ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങൾ അങ്ങ് എത്തി ഗൈസ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ വാപ്പായുടെ അനിയനുണ്ടായിരുന്നു. വാപ്പായും അവളും എല്ലായിരുന്നു കാര്യം സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് സെൽഫിയും വീഡിയോസും ഒക്കെ ഉമ്മയൊക്കെ വെച്ച് എടുത്തു. അതിനുശേഷം ഉമ്മ എനിക്ക് വെറുഞ്ചായ ഇട്ടുകൊണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുഞ്ചായ കേട്ടോ. അപ്പോൾ വെറുഞ്ചായ കുടിച്ചു. പിന്നെ ഉമ്മ അവർക്ക് വാരി കൊടുക്കുകയാണ് ഗൈസ്, ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പം ഉമ്മമാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഉരുളയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചിപ്സൊക്കെ കഴിച്ചു, വെറുഞ്ചായൊക്കെ കുടിച്ചു ഗൈസ്. അതിനുശേഷം മോന് 2 ഗ്ലാസ്സിൽ വേണം കേട്ടോ. അങ്ങനെ അലുവയുണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയി പറയാനായിട്ട്. അങ്ങനെ ഇക്ക പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിലവിളിയായിരുന്നു. അവരുടെ വാപ്പച്ചീനെ എല്ലാം എനിക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കും. അവളൊന്നും പറഞ്ഞാൽ മേടിക്കില്ല. ചോക്കോസ് അവന് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പോൾ ഇക്ക ഒരു പൊതി കൊണ്ടുവന്നു, മൗണ്ടൻ ഡ്യൂ കൊണ്ടുവന്നു. അങ്ങനെ പൊതി തുറക്കാനുള്ള വെപ്രാളത്തിൽ എന്താണത് നോക്കാനൊരു ആകാംക്ഷ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇടിയപ്പം ആയിരുന്നു ഗൈസ്. ഇടിയപ്പം ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രേവിയും സാമ്പാറും പിന്നെ ബെറോട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മായും ഞാനും കൂടി കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ച് സാലഡ് പോലെ. പിന്നെ ഇക്ക ചിക്കൻ ഫ്രൈ ആണെന്ന് തോന്നുന്നു, ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗൈസ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ഇറച്ചിക്കറിയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു ഗൈസ്. ഉമ്മാക്ക് ടാറ്റ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഗൈസ്. ടാറ്റ, ബൈ ബൈ.